നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യാമ്മയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ നീ. ജയശങ്കർ പോയിട്ട് ഹർഷൻ പോലും പഴയ പ്രേമത്തിന്റെ കഥ പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമായത്. സകല സൗഭാഗ്യങ്ങളും ഉണ്ട് സത്യാമ്മയുടെ വീട്ടിൽ. അവർക്കും നിന്നെ ഇഷ്ടമാണല്ലോ. പിന്നെ വിഷ്ണു, അതുപോലെ ഒരാളെ നിനക്ക് കിട്ടുന്നതും നിന്റെ ഒരു ഭാഗ്യമാണ്. എന്നെ എതിർത്ത് പറയാനുള്ള നിന്റെ ചങ്കുറപ്പുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. അതിനുള്ള ധൈര്യം ഞാൻ അംഗീകരിച്ചു തന്നുന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ ചൂണ്ടുവിരലെടുത്തൊന്ന് കറക്കിയാൽ തകരാവുന്നതേ ഉള്ളൂ നിന്റെ സ്വപ്നങ്ങളൊക്കെ. എന്നിട്ടും നീ എനിക്കൊപ്പം പിടിച്ചു നിൽക്കുന്നു. മനസ്സിൽ തോന്നിയതൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നു. സത്യം പറഞ്ഞ ചിലപ്പോ നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് സഹതാപം തോന്നും. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ നിന്റെ കാര്യങ്ങൾ ഓർത്തിരുന്നത്. ഇത് പറയാനാണോ എന്നോട് വരാൻ പറഞ്ഞത്? യെസ്, പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് സംസാരിക്കാനുണ്ട്. അത് നേരിൽ തന്നെ പറയാനുള്ളതാ. ഇവളും കാർത്തികമായിട്ട് എന്ത് ബന്ധം? കാർത്തികേ, പറഞ്ഞില്ലേ നിന്നെ കുറിച്ച് എനിക്ക് സഹതാപമാണെന്ന്. ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് എന്റെ ചൂണ്ടുവിരലിൽ ചലിക്കുന്ന ഒരു പാവയാ നീയെന്ന്. സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നിനും നിന്നെ ഞാൻ അനുവദിക്കില്ല. കൂട്ടിലടച്ചൊരു തത്ത. നിന്റെ പൊസിഷനിൽ ഞാൻ എന്നെ തന്നെ വെച്ചൊന്ന് ആലോചിച്ചു നോക്കി. എന്തൊരു കഷ്ടവാ കാര്യങ്ങളെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവരെന്താ സംസാരിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഞാനങ്ങ് ഫ്രീ ആക്കാൻ തീരുമാനിച്ചു. നൗ യു ആർ എ ഫ്രീ ബേർഡ്. ഇന്നു മുതൽ എന്റെ നിർദ്ദേശങ്ങളോ ആജ്ഞകളോ ഒന്നും നീ അനുസരിക്കേണ്ടതില്ല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ശരിക്കും ഞാൻ തന്നെയല്ലേ? ഞാൻ നിന്നെ ഫ്രീ ആക്കി വിട്ടാ തീരാവുന്നതല്ലേ ഉള്ളൂ നിന്റെ പ്രശ്നങ്ങളൊക്കെ. നീ പറയുന്നത് സത്യമാണോ? പൂച്ച എലിയെ ഇട്ടിങ്ങനെ തട്ടുന്നത് പോലെ നിന്നെ ഇട്ടിങ്ങനെ പീഡിപ്പിച്ചതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? ഒരു വശത്ത് ജയശങ്കറും നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്നെ കണ്ടുപിടിക്കുമെന്നുള്ള ടെൻഷൻ, വേറൊരു വശത്ത് ഹർഷൻ വരുന്നത് വരെ സത്യാമ്മയ്ക്കും കുടുംബത്തിനും മുന്നിൽ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുമോ എന്നുള്ള ഭയം. അതിനെല്ലാം അപ്പുറം കൂനിന്മേൽ കുരു പോലെ ഞാനങ്ങ് ഒഴിവായി തന്നേക്കാം. നിന്നെക്കുറിച്ച് കണ്ടതും കേട്ടതുമൊക്കെ മറന്നേക്കാം. ഇനി മുതൽ എന്നെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകില്ല. നിന്നെക്കുറിച്ച് ഞാൻ സമഗ്രമായി ഒന്നാലോചിച്ചുണ്ടാക്കിയ എന്റെ ഒരു പദ്ധതിയായത്. ഇത് നടപ്പിലായാൽ എന്നെ കൊണ്ട് മാത്രമല്ല, ജയശങ്കറോ നിന്റെ അച്ഛനോ ആരും നിന്നെ ശല്യപ്പെടുത്തില്ല. ശേഷിച്ച കാലം ആരെയും പേടിക്കാതെ മനസമാധാനമായി ജീവിക്കാൻ നിനക്ക്. വിഷ്ണുവിന്റെ ഭാര്യയായി അഭിനയിക്കുകയല്ലേ ഇപ്പൊ നീ? അതങ്ങ് അവസാനിപ്പിച്ചേക്ക്. വിഷ്ണുവിന്റെ ശരിക്കുള്ള ഭാര്യയായി ജീവിക്കുന്നേ. അവര് തമ്മിൽ എന്താ തർക്കം? കാർത്തികേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നീ ശരിക്കും വിഷ്ണുവിന്റെ ഭാര്യയായ നമ്മള് രണ്ടുപേരും ഉദ്ദേശിച്ച കാര്യം നടക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ശാലിനിയുടെ അവസാനമായിരിക്കും അത്. മറിച്ച് നിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാ നിനക്ക് പിന്നെ ആരെയും ഭയക്കണ്ട. സത്യാമ്മയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ നീ. ജയശങ്കർ പോയിട്ട് ഹർഷൻ പോലും പഴയ പ്രേമത്തിന്റെ കഥ പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമായത്.
സകല സൗഭാഗ്യങ്ങളും ഉണ്ട് സത്യാമ്മയുടെ വീട്ടിൽ. അവർക്കും നിന്നെ ഇഷ്ടമാണല്ലോ. പിന്നെ വിഷ്ണു, അതുപോലെ ഒരാളെ നിനക്ക് കിട്ടുന്നതും നിന്റെ ഒരു ഭാഗ്യമാ. ഓക്കെ, ശരി. നിനക്ക് ഇഷ്ടമുള്ളതല്ലെങ്കിൽ അത് വിട്ടേക്ക്. നിന്റെ നന്മയെ കരുതി പറഞ്ഞതേ ഉള്ളൂ. ഹർഷനെ ഉപേക്ഷിച്ചുള്ള ഒരു നന്മ എനിക്ക് വേണ്ട. അവന് വേണ്ടിയാ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ ഞാൻ സഹിക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ നിന്റെ ആത്മാർത്ഥതയെ സംശയിക്കാൻ പാടില്ലായിരുന്നു. യഥാർത്ഥ പ്രണയമൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കതിന്റെ വില അറിയാത്തത്. ഐ എം സോറി മോളെ, റിയലി സോറി. നോക്ക്, ഇതിന്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് നിന്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കാം. എനിക്കങ്ങനെ നല്ലൊരു മനസ്സുണ്ടാകുമോന്നായിരിക്കും നിന്റെ സംശയം. നിന്റെ സംശയം ശരി തന്നെയാ. ഇതിൽ എനിക്കും മെച്ചമുണ്ടെന്ന് തന്നെ കൂട്ടിക്കും. മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശാലിനിയുടെ ജീവിതം തകർക്കാൻ നീ എനിക്ക് കൂട്ടുനിൽക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞത് നീ വ്യക്തമായി കേട്ടല്ലോ. മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമല്ലെങ്കിലും നമ്മുടെ പഴയ ഡീൽ തുടരും. അതാണ് എനിക്കുള്ള മെച്ചം. ഇപ്പൊ ഞാൻ കമാൻഡ് ചെയ്യുന്നു, നീ അതനുസരിക്കുന്നു. അതിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ അതിന് പ്രത്യുപകാരമായി ഞാൻ നിനക്കൊരു ബോണസ് കൂടി തരും. ഹർഷനെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് നിന്റെ ഒരു പ്രോബ്ലം ആണല്ലോ. അവൻ US-ലാണെന്നല്ലേ പറഞ്ഞത്? അതെ. അതിന് ഞാനൊരു വഴി കണ്ടെത്തി തരാം. എന്ത്? നിന്റെ ഇപ്പോഴത്തെ ഈ ശ്വാസമുട്ടലൊക്കെ ഒന്ന് കുറയും. നീ ഇവിടെ അവന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവൻ അറിയണമല്ലോ. ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവൻ അറിയണം. അപ്പോ പിന്നീടുണ്ടാകാവുന്ന ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കുകയും ചെയ്യാം. നീ ഇത്രയും ബുദ്ധിമുട്ടിലാണെന്നറിഞ്ഞ ഹർഷൻ ഒരു പക്ഷേ 14 ദിവസമെന്നല്ല അതിനു മുന്നേ എത്താനും മതി. ഹർഷന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? നീ അവന്റെ ഫോട്ടോയും വിസയുടെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അയച്ചതാ. എംബസിയിലും മറ്റും എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഒന്നും അല്ലേലും ഒരു സിവിൽ സർവീസ് സ്റ്റുഡന്റ് അല്ലായിരുന്നോടി ഞാൻ. ഇവര് തമ്മില് ശരിക്കും എന്താ ഇടപാട്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.